ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. മക്കളെ, നാളത്തെ പരീക്ഷയ്ക്ക് ഇതിലെ ഈ വീഡിയോയിൽ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഈ ചോദ്യങ്ങൾ നോക്കാതെ നിങ്ങൾ നാളെ പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് കണ്ട് ഈ ചോദ്യങ്ങൾ പറ്റുമെങ്കിൽ എഴുതിയെടുത്ത് ഇത് കാണാതെ പഠിച്ചിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാൻ. ഇതിലെ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 1 മാർക്കിന്, 2 മാർക്കിന്, 3 മാർക്കിന്, 4 മാർക്കിന്, 5 മാർക്കിനെയും 8 മാർക്കിനെയും എല്ലാ ചോദ്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ല ഏതെങ്കിലുമൊക്കെ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇരുന്ന് പഠിച്ചോളാം. സോ ഫസ്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. വെയർഹൗസിംഗ് പ്രൊവൈഡ്സ് ഡാഷ് യൂട്ടിലിറ്റി. വെയർഹൗസിംഗ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഓർക്കും പ്ലേസ് യൂട്ടിലിറ്റിയെ തരുന്നതെന്ന് ഓർക്കും. ബട്ട് പ്ലേസ് യൂട്ടിലിറ്റി അല്ല. കൃത്യസമയത്തിന് സാധനം മാർക്കറ്റിൽ കൃത്യ ഡിമാൻഡ് വരുമ്പോൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വെയർഹൗസിംഗ് സഹായിക്കുന്നത്. സോ ടൈം യൂട്ടിലിറ്റിയാണ് വെയർഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക് ആണ്. അപ്പോൾ HDFC ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. then അടുത്തത് റെസ്പെക്ടിങ് ദ റിലീജിയസ് സെന്റിമെന്റ്സ് ഓഫ് സൊസൈറ്റി ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഒരു സൊസൈറ്റിയുടെ റിലീജിയസ് സെന്റിമെന്റ്സ് റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലാണ് വരുന്നത്? എത്തിക്കൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലാണ് വരുന്നത്. ലിസ്റ്റ് എനി വൺ മെത്തേഡ് ഓഫ് പേയ്മെന്റ് മെക്കാനിസം ഇൻ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. ഓൺലൈൻ ട്രാൻസാക്ഷൻസിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഓഫ് പേയ്മെന്റ്. ഒന്നെന്ന് പറയുന്നത് COD, ക്യാഷ് ഓൺ ഡെലിവറി. പിന്നെ എന്താണ്? ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI, ഏത് വേണമെങ്കിലും എഴുതാം. then identify the document which acknowledges the debt of a company. ഒരു കമ്പനിയുടെ കടം, ആ കടത്തിനെ അക്നോളജ് ചെയ്യുന്നത്, കടം അക്നോളജ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മലയാളം വേണം അല്ലേ? നോക്കാം. കടം അക്നോളജ് ചെയ്യുന്ന പറഞ്ഞാൽ കടബാധ്യതയെ കുറിക്കുന്ന രേഖ ഏതാണ്? കടപത്രം അഥവാ ഡിബെഞ്ചർ ആണ് എന്ത് അതിൽ വരുന്നത്. then name any one institution constituted for supporting small business in India. ഇന്ത്യയിലെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ പേര്. 2 സ്ഥാപനത്തിന്റെ പേര് നമുക്ക് നോക്കാം. 3 നോക്കാലോ. നബാർഡ്, NSIC, DIC. ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ വരുന്നതാണ് കേട്ടോ. നബാർഡ്, NSIC, DIC ഒക്കെ. നബാർഡ്, NSIC, DIC. then ട്രേഡ് ബിറ്റ്വീൻ 2 persons belonging to same country. ഒരേ രാജ്യത്തെ 2 വ്യക്തികൾ തമ്മിൽ നടക്കുന്ന കച്ചവടം, ഒരേ രാജ്യം, മാറിപ്പോകരുത്. അത് ഇന്റേണൽ ട്രേഡ് ആണ്. ഇന്റേണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ ആഭ്യന്തര വ്യാപാരമാണ് അതിന് ആൻസർ വരുന്നത്. then which of the following is a mode of entry to international business. ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഇതിലേതാ പറ്റുന്നത്? കോൺട്രാക്ട് മാനുഫാക്ചറിങ്, ജോയിന്റ് വെഞ്ചർ, ഹോളി ഓൺഡ് സബ്സിഡിയറീസ്. അതായത് കരാർ ഉൽപാദനം, കൂട്ടു സംരംഭങ്ങൾ, പൂർണ്ണ ഉടമസ്ഥയിലുള്ള അനുബന്ധ സ്ഥാപനങ്ങൾ, ഇവയെല്ലാം. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. എല്ലാം ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ്. ഇനി 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. മോഹന ടീച്ചർ ഇൻ എറണാകുളം, ഒരു ടീച്ചർ 5 ലക്ഷത്തിന് ഒരു കാറ് വാങ്ങിച്ചിരുന്നു. 2 മാസം കഴിഞ്ഞത് 6 ലക്ഷത്തിന് വിറ്റു. സോ 1 ലക്ഷം രൂപ ലാഭം കിട്ടി. അപ്പോൾ അതൊരു ബിസിനസ് ആക്ടിവിറ്റി ആണോ? നോ, അതൊരു ബിസിനസ് ആക്ടിവിറ്റി അല്ല. എന്തുകൊണ്ടല്ല? അതൊരു ബിസിനസ് ആക്ടിവിറ്റി ആകണമെങ്കിൽ ആ ബിസിനസ് ആക്ടിവിറ്റിക്ക് കുറേ ഫീച്ചേഴ്സ് വേണം. ഒന്നെന്ന് പറയുന്നതാണ് റെഗുലർ ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. എപ്പോഴും, അതായത് സ്ഥിരമായിട്ട് കാറ് വാങ്ങി വിറ്റുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം. ആ ഗുഡ്സ് ആൻഡ് സർവീസസിൽ റെഗുലർ ഡീലിംഗ് വേണം. ഒന്നെങ്കിൽ അയാൾ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റോ നടത്തിയിരിക്കണം, സെയിലോ എക്സ്ചേഞ്ചോ നടത്തിയിരിക്കണം, പ്രോഫിറ്റ് ഏൺ ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ലിസ്റ്റ് ഔട്ട് എനി 2 privileges ഓഫ് എ പ്രൈവറ്റ് കമ്പനി. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കിട്ടുന്ന പ്രിവിലേജസ് എന്തൊക്കെയാണ്? പ്രൈവറ്റ് കമ്പനിയുടെ പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. 2 മെമ്പേഴ്സ് മതി. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടാതെ തന്നെയും ഷെയർസ് അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. 2 ഡയറക്ടർ മതി. മെമ്പേഴ്സിൻ്റെ ഇൻഡെക്സ് കീപ്പ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, ദെൻ അടുത്തത് ലിസ്റ്റ് ഓഫ് ദ സ്റ്റേജസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഫോം ചെയ്യാൻ ആദ്യത്തെ 2 സ്റ്റേജ് മതി. അതായത് പ്രൊമോഷനും ഇൻകോർപ്പറേഷനും മതി. വാട്ട് ഡു യു മീൻ ബൈ വർക്കിംഗ് ക്യാപിറ്റൽ? എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റലിന്റെ മലയാളം എന്താ ഇതിൽ വരാം? പ്രവർത്തന മൂലധനം. പ്രവർത്തന മൂലധനം അതോ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങും, ആ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള പണം, ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഫണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണമാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്മോൾ ബിസിനസ്സുകൾ ഫേസ് ചെയ്യുന്ന
പ്രോബ്ലംസ് ഏതൊക്കെയാണ്? അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഒന്ന് അവർക്ക് ഫിനാൻസ് ഇല്ലാത്തത്, ആവശ്യത്തിന് ഫണ്ടില്ല, അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് കിട്ടാത്തത്, ദെൻ മാനേജറിയൽ സ്കില്ലില്ല, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ആളുകൾ വെച്ചൊക്കെയായിരിക്കും ബിസിനസ് നടത്തുന്നത്, അവർക്കാണെങ്കിൽ ചെറിയ കൂലിയൊക്കെ കൊടുക്കുന്നുണ്ടാകുള്ളൂ, അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും, ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും, അവരുണ്ടാക്കിയ സാധനം വിറ്റ് പോകാനുള്ള മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവില്ല, ക്വാളിറ്റി കുറവായിരിക്കും, കപ്പാസിറ്റി ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്, ഗ്ലോബൽ കോമ്പറ്റീഷനൊക്കെ വരുന്നതുകൊണ്ട് അതിനോട് കിടപിടിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല, സിക്നസ്, മിക്ക ചെറുകിട സ്ഥാപനങ്ങളും ഇപ്പോൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് ഉള്ളത്. ദെൻ സജസ്റ്റ് എനി 2 പ്രോഡക്ട്സ് സ്യൂട്ടബിൾ ഫോർ വെൻഡിങ് മെഷീൻ. വെൻഡിങ് മെഷീൻസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, നമുക്ക് വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും 2 പ്രോഡക്ട്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് ന്യൂസ് പേപ്പേഴ്സ്, ഒരേ യൂണിഫോം സൈസിലുള്ള സാധനങ്ങളാണ് നമ്മൾ വെൻഡിങ് മെഷീനിൽ വെക്കുക. പിന്നെ നമുക്ക് വയ്ക്കാൻ പറ്റുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഓക്കെ, ദെൻ റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏതെങ്കിലും 3 ഫീച്ചേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വോളണ്ടറി മെമ്പർഷിപ്പാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ മെമ്പർ ആകാം. ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്, കാരണം ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ലിമിറ്റഡ് ലയബിലിറ്റിയാണ് മെമ്പേഴ്സിനുള്ളത്. കൺട്രോൾ എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു ടീം ഉണ്ടാകും, ഒരു ബോർഡ് ഉണ്ടാകുക, അവരുടെ ആയിരിക്കും കൺട്രോൾ ഉണ്ടാകുക. സർവീസ് മോട്ടീവാണ് ഇവരുടെ ലക്ഷ്യം വരുന്നത്. ദെൻ ലിസ്റ്റ് ഔട്ട് എനി 3 മെറിറ്റ്സ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റിൽ ഒരു സ്പെഷ്യൽ ആക്ട് ഫോം ചെയ്തിട്ട് ആ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വരുന്ന സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അഥവാ പബ്ലിക് കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇവരുടെ മെറിറ്റ്സ് പറയുകയാണെങ്കിൽ ഇവർക്ക് ഓട്ടോണോമി ഉണ്ട്, സ്വന്തമായിട്ട് ഓട്ടോണോമസ് സ്റ്റാറ്റസ് ഉണ്ട്, അതായത് മറ്റുള്ളതിനൊന്നും ആശ്രയിക്കേണ്ട അവർക്കൊരു ഫ്രീഡം ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കുറവായിരിക്കും, സ്റ്റെബിലിറ്റി ഉണ്ടാകും, എക്കണോമിക് ഡെവലപ്മെന്റിന് ഇത് സഹായിക്കും. Then who is a promoter? Write any 2 functions of him. Promoter എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ is a person who perform the work of promotion. പ്രൊമോഷൻ്റെ എല്ലാ വിധത്തിലുള്ള വർക്കും ചെയ്ത് ഒരു ഐഡിയ ഒക്കെ കൊണ്ടുവന്ന് ആ ബിസിനസ് ഒരു എക്സിസ്റ്റൻസിൽ നിലവിൽ വരുത്തുന്ന ആളാണ് പ്രൊമോട്ടർ. പ്രൊമോട്ടർ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഐഡന്റിഫിക്കേഷൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുക, ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്തുക, അത് തന്നെ എക്കണോമിക്കിൻ്റെ ഫിനാൻഷ്യലുണ്ട്, ടെക്നിക്കൽ ഫിസിബിലിറ്റി സ്റ്റഡീസ് ഉണ്ട്. ഈ 3 സ്റ്റഡീസ് നടത്തുക. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് നിന്ന് നെയിം അപ്രൂവൽ നേടിയെടുക്കുക. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യാനുള്ള ആളുകളെ ഫിക്സ് ചെയ്യുക. ദെൻ മെർക്കൻറ്റൈൽ ബാങ്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സ് പോലുള്ള പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുക. നെസറി ഡോക്യുമെൻറ്റ്സ് ഒക്കെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുമ്പാകെ സബ്മിറ്റ് ചെയ്യാനുള്ള നെസറി ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ഡിസ്ക്രൈബ് ദ ടേം റീറ്റെയിൻഡ് ഏർണിങ്സ്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. അതായത് ബിസിനസിന്റെ പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാതെ ബിസിനസിന്റെ ഗ്രോത്തിനും ഫ്യൂച്ചറിലേക്കും വേണ്ടി മാറ്റി വെക്കുന്നതിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. റൈറ്റ് ഷോർട്ട് ഔട്ട് ഓൺ DIC, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ. ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലും ജില്ലാതല അടിസ്ഥാനത്തിൽ ഫംഗ്ഷൻ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ചെറുകിട ഓൺടർപ്രണേഴ്സിന്, സംരംഭകർക്ക് വേണ്ട സപ്പോർട്ടും അസിസ്റ്റൻസും എല്ലാം കൊടുത്ത് സ്മോൾ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ലൈസൻസിങ് എന്ന് പറയുന്നത് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടതും ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത് സർവീസുമായി ബന്ധപ്പെട്ടതുമാണ്. അതായത് ലൈസൻസിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിൻ കൺട്രിയിലുള്ള ഒരു കമ്പനിക്ക്, ഒരു ഫേമിന് ഈ കമ്പനി എന്ത് ചെയ്യും, അവരുടെ പേറ്റന്റോ ട്രേഡ് മാർക്കോ ടെക്നോളജിയോ ഒക്കെ യൂസ് ചെയ്യാൻ ഒരു ആക്സസ് കൊടുക്കുകയാണ്. അതിന് പകരം ഒരു ഫീ അടയ്ക്കണം, അതിന് റോയൽറ്റി എന്ന് പറയും. സോ അത് ആ ആക്സസ് കൊടുക്കുന്ന, പെർമിഷൻ കൊടുക്കുന്ന ആളാണ് ലൈസൻസർ, പെർമിഷൻ കിട്ടുന്ന ആളാണ് ലൈസൻസി. ദെൻ ഫ്രാഞ്ചൈസിങ് ഇതിനോട് സിമിലർ തന്നെയാണ്, പക്ഷേ സർവീസുമായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ KFC ഒക്കെ ഫ്രാഞ്ചൈസിങ് വരാം. അപ്പോൾ അതിലെന്താ വരുന്നത്, ഫ്രാഞ്ചൈസിങ് ആണ് വരുന്നത്, സർവീസാണ് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അത് സമ്മതിക്കുന്ന ആൾ ഫ്രാഞ്ചൈസറോ, ആർക്കാണ് കിട്ടുന്നത് ഫ്രാഞ്ചൈസിയുമാണ്. ദെൻ ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് ഇൻറ്റു 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇപ്പം നമ്മൾ 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കി, ഇവിടെ നമ്മൾ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കി. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ നോക്കി, 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്, ജനറ്റിക്, മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ ഒക്കെ ഇതാണ്. മൈനിങ് കുഴിച്ചെടുക്കുകയാണ്, സോ എക്സ്ട്രാക്റ്റീവ് ആണ്. പോൾട്രി ഫാമിംഗ് ഏതാണ്, ജനറ്റിക് ആണ്. ബിൽഡിംഗ് എ ഡാം ഏതാണ്, കൺസ്ട്രക്ഷൻ ആണ്. ഷുഗർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആണ്. ഓക്കെ, ദെൻ അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് നോക്കാം. മാത്സ് ഫോളോയിങ് ആണ്. പാർട്ട്ണർഷിപ്പിലെ ആളുകൾ ആരാണ്, പാർട്ട്നേഴ്സ് ആണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ ആളുകൾ ഷെയർ ഹോൾഡേഴ്സ് ആണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ സോൾ ട്രേഡറും കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സുമാണ്.
ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിന്റെ ഫീച്ചേഴ്സ്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിന്റെ എക്സാമ്പിൾ ഏതാണ്? ഓൾ ഇന്ത്യ റേഡിയോ, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ, ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിന്റെ എക്സാമ്പിൾ ആണ്. അതായത് ഇത് ഒരു സെപ്പറേറ്റ് മിനിസ്ട്രിയുടെ കീഴിലായിരിക്കും ഉണ്ടാകുക. ഇതിലെ എംപ്ലോയീസ് എല്ലാം ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിരിക്കും. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് വേറെ എന്തൊക്കെ പറയാം? ഫണ്ടിങ് എന്ന് പറയുന്നത് ബഡ്ജറ്റിലൂടെ ആയിരിക്കും. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ട്രഷറിയിലേക്കായിരിക്കും പോകുന്നത്. എംപ്ലോയീസ് ഗവൺമെന്റ് സെർവൻസ് ആയിരിക്കും, അക്കൗണ്ടബിൾ ആണ്, ഗവൺമെന്റ് മുമ്പ് കണക്കുകളൊക്കെ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇ ബാങ്കിങ്? ഇ ബാങ്കിങ്ങിന്റെ 2 എക്സാമ്പിൾ. ഇ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് ആണ്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ആണ്. ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് ബാങ്കിങ് ആക്ടിവിറ്റീസും സർവീസും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ എക്സാമ്പിളാണ് ATM, EFT, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ബോണ്ടഡ് വെയർഹൗസ് ആൻഡ് ഗവൺമെന്റ് വെയർഹൗസസ്. ബോണ്ടഡ് വെയർഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ഗുഡ്സ് ഉണ്ടാകുമല്ലോ, ആ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്നത് കസ്റ്റംസ് പേ ചെയ്ത് ക്ലിയർ ചെയ്താലാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയർഹൗസസ് ആണ് ബോണ്ടഡ് വെയർഹൗസസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ലൈസൻസിലാണ് ഉള്ളത്. ഗവൺമെന്റ് വെയർഹൗസ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ളതാണ്. സെൻട്രൽ സ്റ്റേറ്റ് വെയർഹൗസസും FCA, STC ഒക്കെ വരുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ഔട്ട്സോഴ്സിംഗ് ഓഫ് സർവീസസ്? ഔട്ട്സോഴ്സിംഗ് ഓഫ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേം എന്ത് ചെയ്യും? അവരുടെ നോൺ കോർ ആയിട്ടുള്ള, അതായത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ആക്ടിവിറ്റീസ് ഒരു തേർഡ് പാർട്ടി സ്പെഷ്യലിസ്റ്റിനെ ഏൽപ്പിക്കുകയാണ്. അവരോട് ചെയ്യാൻ പറഞ്ഞാൽ അവരെ ഏൽപ്പിക്കും. ഇന്ന ഡേറ്റിൽ ഇത്ര രൂപയ്ക്ക് ഇത് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിക്കും. അപ്പോൾ അതിലൂടെ ഈ കമ്പനിക്ക് ഇവരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നുള്ള, അവർക്ക് കുറച്ച് പൈസ മാത്രം കൊടുത്താൽ മതി. ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ അറ്റൻഷൻ ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യാം? നമുക്ക് ഫോക്കസ് ചെയ്യാം. നമ്മുടെ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യും. എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. ചിലവ് കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നതാണ്. ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 4 കോസസ് ഓഫ് എൻവയോൺമെന്റ് പൊല്യൂഷൻ. എൻവയോൺമെന്റ് പൊല്യൂഷന് 4 കാരണങ്ങൾ എന്താണ്? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ. ഇതിലൊക്കെ വരുന്ന കാരണങ്ങൾ അറിയാലോ, നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിക്കുന്നില്ല, അത് എഴുതിയാൽ മതി. ഡിസ്ക്രൈബ് any 4 clauses of memorandum of association. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ ക്ലോസസ് ഏതാണ്? ഒന്നെന്ന് പറയുന്നത് നെയിം ക്ലോസ്, അതിൽ ആ സ്ഥാപനത്തിൻ്റെ പേരായിരിക്കും ഉണ്ടാകുക. സിറ്റുവേഷൻ ക്ലോസിൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫേമിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാകുക. ഒബ്ജക്റ്റ് ക്ലോസിൽ ഈ ഫേം എന്തിനു വേണ്ടിയിട്ട് ഫോം ചെയ്തു എന്നുള്ള ഒബ്ജക്റ്റീവ് അതായിരിക്കും ഉണ്ടാകുക. ലയബിലിറ്റി ക്ലോസിൽ ഓരോ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് മാത്രമായിരുന്നു ഉണ്ടാവുക. ക്യാപിറ്റൽ ക്ലോസിൽ ഉണ്ടാകുക ഈ കമ്പനിക്ക്, ഈ ഫേമിന് റേസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാപിറ്റൽ എന്ന് മാത്രമായിരിക്കും ഉണ്ടാകുക. അസോസിയേഷൻ ക്ലോസിൽ ഈ കമ്പനിയുടെ മെമ്പേഴ്സായിട്ട് ആക്ട് ചെയ്യാൻ വില്ലിങ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ഒരു സമ്മതപത്രം, അവരുടെ ആ ഒരു വില്ലിങ്നെസ് ആണ് ഇതിലുണ്ടാകുക. റൈറ്റ് ഇനി ഫോർ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഷെയർസും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഷെയർസ് എന്ന് പറയുന്നത് ഓണേഴ്സ് ക്യാപിറ്റലാണ്, ഡിബഞ്ചർ ബോറോഡാണ്, കടമെടുത്തതാണ്. ഷെയർസിൻ്റെ ഓണേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഓണേഴ്സ് ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആണ്. ദെൻ ഡിവിഡൻഡ് ആണ് അവർക്ക് ഷെയർസിൽ കിട്ടുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റാണ് കിട്ടുക. ഷെയർസിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, ഡിബഞ്ചേഴ്സിൽ വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഷെയർസിൽ കൺട്രോൾ കിട്ടും, ഡിബഞ്ചേഴ്സിൽ കൺട്രോൾ ഉണ്ടാവില്ല. ഓക്കെ, ലിസ്റ്റ് ഔട്ട് any 4 differences between domestic business and international business. ഡൊമസ്റ്റിക് ബിസിനസ്സും ഇന്റർനാഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഡൊമസ്റ്റിക് ബിസിനസ് എന്ന് വെച്ചാൽ അതിൽ ബയറും സെല്ലറും ഒരേ രാജ്യത്തെ ആയിരിക്കും. ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഡിഫറെൻറ്റ് കൺട്രി ആയിരിക്കും. ദെൻ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സപ്ലയർ, എംപ്ലോയീസ്, മിഡിൽമെൻ, ഷെയർ ഹോൾഡേഴ്സ്, ഇതെല്ലാം ഒരേ രാജ്യത്തെ ആയിരിക്കും. ഡൊമസ്റ്റിക്കിൽ, ഇന്റർനാഷണൽ പല കൺട്രീസിലെ ആയിരിക്കും. കസ്റ്റമേഴ്സ് ഒരേ നേച്ചർ ആയിരിക്കും ഉണ്ടാകുക. ഇത് പല ലാംഗ്വേജ്, പല പ്രിഫറൻസ് കസ്റ്റമേഴ്സ് ആയിരിക്കും ഉണ്ടാകുക. ബിസിനസ് സിസ്റ്റം, പ്രാക്ടീസ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും. ഇവിടെ പല രാജ്യത്തെ ഫോളോ ചെയ്യേണ്ടി വരും. then അടുത്ത ക്വസ്റ്റ്യൻ ആണ് 5 മാർക്കിന്റെ ചോദ്യം. മാത്സ് ഫോളോയിങ്. സ്ഥലത്തിന്റെ തടസ്സം ഇല്ലാതെയാക്കുന്ന ആരാണ്? ട്രാൻസ്പോർട്ട് ആണ്. റിസ്കിന്റെ തടസ്സം ഇല്ലാതെയാക്കുന്നത് ഇൻഷുറൻസ് ആണ്. ഫിനാൻസിന്റെ തടസ്സം ഇല്ലാതെയാക്കുന്നത് ബാങ്കിങ് ആണ്. നോളജിന്റെ തടസ്സം ഇല്ലാതെയാക്കുന്ന അഡ്വർടൈസിങ്ങും ടൈമിന്റെ തടസ്സം ഇല്ലാതെയാക്കുന്നത് വെയർ ഹൗസിങ്ങും. ടൈം എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ മാർക്കറ്റിൽ സാധനം എത്തിക്കുക. ഡിമാൻഡ് എത്തിക്കുക എന്ന് വെച്ചാൽ ആ ഡിമാൻഡ് വരുമ്പോൾ മാർക്കറ്റിലേക്ക് സാധനം ഇറക്കുന്നത്, അതാണ് ആ ടൈം കൊണ്ട് ഉദ്ദേശിച്ചിട്ടോ. അത് വെയർ ഹൗസിംഗ് ആണ്. Then briefly explain any 5 features of joint stock company. Joint stock കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ദെൻ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ഫോർമേഷൻ ടൈം കൺസ്യൂമിങ്, എക്സ്പെൻസീവ് ആണ്. പെർപെച്വൽ സക്സഷൻ ഉണ്ട്. അതായത് ലോ കൊണ്ടാണ് ഇതിൽ നിലവിൽ വന്നിട്ടുള്ളത്. സോ ആ മെമ്പേഴ്സ് എല്ലാവരും മരിച്ചാലും കമ്പനി ഇല്ലാതെയാവില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ എനി 2 പ്രിൻസിപ്പിൾസ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ പല പ്രിൻസിപ്പിൾസ് ഉണ്ട്.
ആദ്യത്തേതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിൽ പറയുന്നത് ആ ഇൻഷുററും തമ്മിൽ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. ദെൻ ആ ഇൻഷുറൻസ് എടുക്കുന്നതിൽ സബ്ജക്ട് മാറ്ററിൽ അയാൾക്കൊരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ദെൻ കോസ പ്രോക്സിമയിൽ പറയുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ് ആ റിസ്ക് ഉണ്ടായതെങ്കിൽ ഏറ്റവും ആദ്യത്തെ കോസ് ആയിരിക്കും കണക്കിലെടുക്കുക. ദെൻ സബ്രോഗേഷൻ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റിസ്ക് പറ്റി നമുക്ക് കമ്പനി കോമ്പൻസേഷൻ തന്നു, അത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ്, ഇപ്പോൾ കാറാണെങ്കിൽ ആ കാർ ആരുടെയായിട്ട് മാറും? ഇൻഷുറൻസ് കമ്പനിയുടേതായിട്ട് മാറും. അതല്ലാതെ അത് സെയിൽ ചെയ്ത് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്ന് ലാഭമൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കോൺട്രിബ്യൂഷൻ, ഒന്നിലധികം ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്തുനിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കും ആ എമൗണ്ട് തരാം. എല്ലാവരുടെയും കൂടിയായിട്ട് കുറേ എമൗണ്ട് കിട്ടില്ല. 1 ലക്ഷം രൂപ നഷ്ടമെങ്കിൽ എല്ലാ കമ്പനിയും കൂടി ചേർന്നിട്ട് 1 ലക്ഷം തരും. ദെൻ മിറ്റിഗേഷൻ ഓഫ് ലോസ്, അതായത് ആ നഷ്ടം വന്നപ്പോൾ ആ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇല്ലാതെയാക്കാൻ എന്തെങ്കിലും നടപടികൾ അയാൾ കൈക്കൊണ്ടിരിക്കണം. ഇൻഡെംനിറ്റി, ലൈഫ് ഇൻഷുറൻസും പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസും അല്ലാത്ത മറ്റെല്ലാ ഇൻഷുറൻസും കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ വരുന്നതാണ്. അതായത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദെൻ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സിലെ ഒരു പേയ്മെന്റ് മെക്കാനിസമാണ്. ഓണേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ്? അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ്റ്റി ഉറപ്പുവരുത്തുക, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക. വർക്കേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി ഫെയർ വേജ് കൊടുക്കുക, ജോബ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. കൺസ്യൂമേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി കമ്മോഡിറ്റീസ് കൃത്യമായിട്ട് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുക, ബെറ്റർ ക്വാളിറ്റി ഉറപ്പുവരുത്തുക, റീസണബിൾ പ്രൈസ് ആയിരിക്കണം, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒഴിവാക്കണം. ഗവൺമെന്റിനോടുള്ളത് ലോഫുൾ ആയിട്ടുള്ള ബിസിനസ് നടത്തണം, കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കണം. കമ്മ്യൂണിറ്റിനോടുള്ളത് നാച്ചുറൽ റിസോഴ്സ് ഒപ്റ്റിമമായിട്ട് യൂസ് ചെയ്യണം. ദെൻ ആളുകളുടെ സേഫ്റ്റി ആൻഡ് വെൽഫെയറിന് കോൺസെൻട്രേറ്റ് ചെയ്യണം. ദെൻ പൊല്യൂഷൻ എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത്രയും കൺട്രോൾ ചെയ്യണം. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റിയുടെ 2 എക്സാമ്പിൾ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നിലകൊള്ളുമ്പോൾ ആ സൊസൈറ്റിയുടെ വാല്യൂം ഒബ്ജക്റ്റീവ്സും ഒക്കെ നോക്കിയിട്ട് ഒരു ബിസിനസ്സിന് ആ സൊസൈറ്റിനോടുള്ള ഒബ്ലിഗേഷൻ, കടപ്പാട് അല്ലെങ്കിൽ ബാധ്യതേനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആ ടൈപ്പ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ബിസിനസ്സിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിൻ്റെ എക്സാമ്പിളാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചാരിറ്റി കൊടുക്കുക, നാച്ചുറൽ കലാമിറ്റീസിൽ ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. Then write any 5 differences between Memorandum of Association and Articles of Association. Memorandum of Associationൽ ഈ കമ്പനി എന്തിന് ഫോം ചെയ്തു, ഒബ്ജക്റ്റീവ്സ് ആണ് ഉണ്ടാകുക. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇതിൻ്റെ ഇന്റേണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടായിരിക്കും ഉണ്ടാകുക. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ കമ്പനിയുടെ മെയിൻ ഡോക്യുമെന്റ് ആണ്, ഇത് സബ്സിഡിയറി ഡോക്യുമെന്റ് ആണ്. ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണത്, കമ്പനിയിലെ മെമ്പേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇതിലുള്ളത്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പറയാത്ത കാര്യങ്ങൾ ചെയ്താൽ അത് ഇൻവാലിഡ് ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയാത്ത കാര്യങ്ങൾ ചെയ്യാം, ബട്ട് അത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. എല്ലാ കമ്പനിക്കും മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഫയൽ ചെയ്യാവുന്ന പറഞ്ഞതാണ്. പക്ഷേ പബ്ലിക് കമ്പനിക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നിർബന്ധമല്ല, പകരം ടേബിൾ F അഡോപ്റ്റ് ചെയ്താൽ മതി. എന്താണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്? ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ ലുലുമാൾ ഓർത്താൽ മതി. അതായത് ഒരു റൂഫിൽ തന്നെ ഒരൊറ്റ സ്ഥാപനത്തിൽ ലാർജ് സ്കെയിലിൽ റൺ ചെയ്യുന്നതാണ്. വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്, പല പല ഡിപ്പാർട്ട്മെന്റ്സ് തിരിച്ചിട്ടായിരിക്കും ഇവർ ഡീൽ ചെയ്യുന്നത്. ഫീച്ചേഴ്സ് പറഞ്ഞാൽ അതുകൂടാതെ ഇവർ റെസ്റ്റോറൻറ്റ്, ടെലിഫോൺ ബൂത്ത്, റെസ്റ്റ് റൂം, പ്ലേ ഏരിയ പോലുള്ള അഡീഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. സിറ്റിയിൽ സെൻട്രൽ ലൊക്കേഷനിലായിരിക്കും ഇവർ ഉണ്ടാകുക. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആയിട്ടായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാകുക. ഇടനിലക്കാരുണ്ടാവില്ല. സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും ഡീസെൻട്രലൈസ്ഡ് സെല്ലിംഗ് ആയിരിക്കും ഉണ്ടാകുക. ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ്. പബ്ലിക് കമ്പനിയെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് കമ്പനിയിലെ മെമ്പേഴ്സ് 7 മാക്സിമം അൺലിമിറ്റഡ് ആണ്. പ്രൈവറ്റ് 200 ആണ്. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 3, ഇവിടെ 2 ആണ്. മെമ്പേഴ്സിൻ്റെ ഇൻഡെക്സ് കീപ്പ് ചെയ്യുന്നത് കമ്പൾസറി ആണ്, ഇവിടെ കമ്പൾസറി അല്ല. ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻ ഇല്ല, ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാം, ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇവിടെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് കമ്പനിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. വാട്ട് ആർ ഗ്ലോബൽ എന്റർപ്രൈസസ്? ഗ്ലോബൽ എന്റർപ്രൈസസ് അല്ലെങ്കിൽ MNC ഏതാണ്? റൈറ്റ് എനി 3 ഫീച്ചർ, അതിൻ്റെ 3 ഫീച്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് വെച്ചാൽ 2 2 2 രാജ്യങ്ങൾ വർക്ക് ചെയ്യുക,
ബിസിനസ്സും ഉള്ള എൻ്റർപ്രൈസാണ് ഗ്ലോബൽ എൻ്റർപ്രൈസസ്. ഇവർക്കൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടാകും. ഫ്യൂച്ചർ പറഞ്ഞാൽ ഹ്യൂജ് ക്യാപിറ്റൽ ഇവർക്ക് ആവശ്യമുണ്ടാകും. ഫോറിൻ കൺട്രീസുമായിട്ട് അവിടുത്തെ കമ്പനീസുമായിട്ട് കൊളാബ് ചെയ്ത് ആയിരിക്കും ഇവർ ചിലപ്പോൾ ബിസിനസ്സൊക്കെ നടത്തുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വളരെ അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്. ഇവരെപ്പോഴും അടുത്തടുത്ത രാജ്യങ്ങളിലേക്ക് ഇവരുടെ ബിസിനസ് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും പുതിയതായിട്ട് എന്തെങ്കിലും ഓഫർ ചെയ്യാൻ അവർ നോക്കും. സെൻട്രലൈസ്ഡ് കൺട്രോൾ, ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് കൺട്രോൾ ഉണ്ടാകും. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് കൊമേഴ്സ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്? കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ ദ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ്. ഗുഡ്സിൻ്റെ എക്സ്ചേഞ്ചിൽ വരുന്ന എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതെയാക്കുന്ന മുഴുവൻ കാര്യങ്ങളെയുമാണ് എന്തെന്ന് പറഞ്ഞാൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ മാത്സ് ഫോളോയിങ്ങിൽ പറഞ്ഞല്ലോ, പേഴ്സൺ എന്ന് പറയുന്ന തടസ്സം ട്രേഡറിലൂടെ ഇല്ലാതെയാക്കുന്നു, പ്ലേസ് എന്ന തടസ്സം ട്രാൻസ്പോർട്ടേഷനിലൂടെ ഇല്ലാതെയാക്കുന്നു, റിസ്ക് എന്ന തടസ്സം ഇൻഷുറൻസിലൂടെയും, ടൈം എന്ന തടസ്സം വെയർഹൗസിങ്ങിലൂടെയും, നോളജ് എന്ന് പറയുന്ന തടസ്സം അഡ്വർടൈസിങ്ങിലൂടെയും, ഫിനാൻസ് എന്ന തടസ്സം ബാങ്കിങ്ങിലൂടെയും ഇല്ലാതെയാക്കുന്നു. ദെൻ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതിൻ്റെ കണ്ടൻസ് എന്താണ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻക്ലൂഡ് ആകുന്ന ഡോക്യുമെൻ്റ് ആണ്. അതിൽ വരുന്ന കണ്ടൻസ് ഫേമിൻ്റെ പേര്, പാർട്ട്നേഴ്സിൻ്റെ പേരും അഡ്രസ്സും, ബിസിനസ്സിൻ്റെ നേച്ചറും പ്ലേസും, എന്നാണ് പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത്, പാർട്ട്ണർഷിപ്പിൻ്റെ ഡ്യൂറേഷൻ, ഓരോ പാർട്ട്നേഴ്സും കൊണ്ടുവന്ന ക്യാപിറ്റൽ, ഓരോരുത്തർക്കും വിഡ്രോ ചെയ്യാവുന്ന എമൗണ്ട്, ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ലോസ് എങ്ങനെ ഷെയർ ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്രോയിങ്സ് എങ്ങനെ കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്ര കൊടുക്കണം, സാലറി കമ്മീഷനൊക്കെ എന്തുണ്ടെങ്കിൽ അത് എങ്ങനെ കൊടുക്കണം എന്നൊക്കെ. Illustrate the various functions performed by commercial banks in India. Commercial banks in functions, accepting deposits, അത് തന്നെ സേവിങ്സ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, റെക്കറിങ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ട്. ദെൻ ലെൻഡിങ് ഫണ്ട്, പബ്ലിക്കിന് ലോൺ കൊടുക്കുക, അത് പല രീതിയിലുണ്ട്. ടേം ലോൺസ് ഉണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്, ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, ചെക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, റെമിറ്റൻസ് ഓഫ് ഫണ്ട്, പല സ്ഥലത്തു നിന്ന് ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുക. അതുകൂടാതെ അലൈഡ് സർവീസസ് ഒക്കെ വരുന്നുണ്ട്, അതായത് യൂട്ടിലിറ്റി സർവീസസ് ആയിട്ടുള്ള അണ്ടർറൈറ്റിംഗ് ഓഫ് ഷെയർസ് അണ്ടർറൈറ്റ് ചെയ്യുക, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുക്കുക, പിന്നെ അതേപോലെ തന്നെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കൊടുക്കുക, അങ്ങനെ കുറേ ഫങ്ഷൻസ് വരുന്നുണ്ട്. Then identify the large scale retail business unit selling wide variety of consumer products on the basis of self-service. സെൽഫ്-സർവീസിൽ വരുന്നത് ഏതാണ്? സൂപ്പർ മാർക്കറ്റ് ആണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ ഫീച്ചർ എന്തൊക്കെയാണ്? സൂപ്പർ മാർക്കറ്റിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഉണ്ടാകും. ദെൻ അവിടെ സെൽഫ് സർവീസ് ആയിരിക്കും, നമ്മൾ തന്നെ പോയി സാധനങ്ങൾ എടുക്കണം. അതുകൊണ്ട് തന്നെ ചിലവ് അവിടെ കുറയ്ക്കാൻ സാധിക്കും, എംപ്ലോയീസ് കുറച്ച് മതി. ലോ പ്രൈസിലായിരിക്കും സാധനങ്ങൾ അവർ വിൽക്കുന്നത്, ക്യാഷ് ബേസിലായിരിക്കും, കടം കൊടുക്കില്ല, സെൻട്രൽ ലൊക്കേഷൻസിലായിരിക്കും അവരുണ്ടാകുക. അവർ ഒരുപാട് ടൈപ്പ് ഓഫ് ഗുഡ്സിൽ അവരെന്ത് ചെയ്യുന്നുണ്ടാകും? ഡീല് ചെയ്യുന്നുണ്ടാകും. മക്കൾ ഒരു 44 ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 44 ചോദ്യം ഇതിൻ്റെ ആൻസർ നിങ്ങൾ പഠിച്ചിട്ടേ പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയോ? അവസാനം വരെ ആരൊക്കെ കണ്ടു എന്ന്, ഞാൻ അവസാനം വരെ കണ്ടു മിസ്സേ എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആരൊക്കെ അവസാനം വരെ കണ്ടു എന്നറിയാലോ. ഓക്കെ, താങ്ക് യു.